നല്ല ഫ്രഷ് ഫിഷ് കിട്ടപ്പോഴേ ഒരു ഫ്രഷ് ഐഡിയ തോന്നി. ആവോലി വെച്ചൊരു ഫിഷ് നിർവാണയും ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ എന്ന്. ആദ്യം ഫിഷ് ക്ലീൻ ചെയ്ത് മസാല വെച്ച് വെക്കാമേ. സാധാരണ ഫ്രൈ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കുരുമുളക് പൊടിയും ലൈം ജ്യൂസും ചേർത്താണ് ഫിഷ് മാരിനേറ്റ് ചെയ്തത്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടുമിക്ക എല്ലാ ഫിഷ് വെച്ച് നിർവ്വാണം ചെയ്യാറുണ്ടെങ്കിലും ആവോലി കൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു പക്ഷേ ഞാനൊരു ആവോലി ഫാൻ ആയതുകൊണ്ടാവാം. അങ്ങനെ ഫ്രൈ ചെയ്ത ആവോലി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ബാക്കി വന്ന എണ്ണയിൽ ചെമ്മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിർവ്വാണം ചെയ്യുമ്പോഴേ ചട്ടി ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ്. പക്ഷെ 3 മീനുള്ളതുകൊണ്ടും ഇത്രയും വട്ടത്തിലുള്ള ചട്ടി ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇന്ന് പാനിലാണേ ചെയ്യുന്നത്. പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിലേക്ക് വാട്ടിയെടുത്ത് വെച്ചിട്ടുള്ള വാഴയില വെച്ച് കൊടുക്കാം. ഞാനൊരു സേഫ്റ്റിക്ക് 2 വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഫിഷ് വെച്ച് കൊടുക്കാം. ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഇഞ്ചി, പച്ചമുളക്, പച്ചമാങ്ങ, തേങ്ങാക്കൊത്ത് എന്നിവ പൊടിയായി അരിഞ്ഞതും കറിവേപ്പിലയും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടെയാണ്. എന്നിട്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫിഷ് ഓൾറെഡി ഫ്രൈ ചെയ്തതുകൊണ്ടും തേങ്ങാപ്പാൽ ഒരുപാട് കുക്ക് ചെയ്യേണ്ടാത്തത് കൊണ്ടും തിള വന്ന് 3 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ നല്ല അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്ത പൊള്ളി കോംബോ ആണിത്. അപ്പോൾ ഇനി നല്ല മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഷെഫ് പിള്ളയുടെ ഈ സിഗ്നേച്ചർ ഡിഷ് ഒന്ന് ട്രൈ ചെയ്യുമല്ലേ.